ഒക്ടോബർ 9 ശേഷം 9th ഒക്ടോബർ 7 അല്ലേ, 9 ശേഷം ഇസ്രായേൽ എന്ത് ചെയ്യണമായിരുന്നു എന്ന് താങ്കൾ ചോദിച്ചു. 13 മാസം വനവാസം കഴിഞ്ഞു വന്ന പാണ്ഡവർക്ക് സൂചി കുത്താൻ സ്ഥലം തരില്ല എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യണമായിരുന്നു? അനി 13 മാസം വനവാസം കഴിഞ്ഞു വരുന്ന പാണ്ഡവർക്ക് സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ അതിന്റെ ചരിത്രം ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് കൊണ്ടെന്ന് പറയാം. പാണ്ഡവർക്ക് എന്താണ് രാജ്യാവകാശം? എവിടെയാണുള്ളത്? രാജ്യാവകാശം ഉള്ളവരല്ലേ സൂചി കുത്താൻ സ്ഥലം ചോദിക്കേണ്ടത്? ദുര്യോധനൻ ചെയ്ത തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂരതയായിട്ട് നമുക്ക് തോന്നാം. ദുര്യോധനൻ വേണമെങ്കിൽ കുറച്ച് സ്ഥലം കൊടുക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ നിയമമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പാണ്ഡു മരിക്കുമ്പോൾ പാണ്ഡുവിന് രാജ്യം ഇല്ല. ആക്ച്വലി രാജ്യം ധൃതരാഷ്ട്രയാണ്. പാണ്ഡുവിനെ ഭരിക്കാൻ ഏൽപ്പിക്കുകയാണ്, നിയോഗിക്കുന്നതാണ്. പാണ്ഡു രാഷ്ട്രവിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു. എന്നിട്ട് പുള്ളി ശാപം കാരണം പുള്ളി പത്നിമാരെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു, കൊല്ലപ്പെടുന്നു. അപ്പോൾ മാദ്രി ചിതയിൽ ചാടുന്നു. ബാക്കി മാദ്രിയുടെ കുട്ടികളെയും കുന്തിയുടെ കുട്ടികളെയും കൊണ്ട് കുന്തി ഹസ്തിനപുരിയിൽ തിരിച്ചു വരുന്നു. അവിടെ വീണ്ടും അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ധൃതരാഷ്ട്രർ. അപ്പം ധൃതരാഷ്ട്രർ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധൃതരാഷ്ട്രർ അതൊരു കരുണയാണ്. പിന്നെ അതിനുശേഷമാണ് ഈ രാജ്യം അവർക്ക് സ്വന്തമായിട്ടൊരു അർദ്ധരാജ്യം കൊടുക്കുന്നു. അവരവിടെ നിൽക്കുന്നു. എന്നിട്ട് അവരവിടെ പോയി ചൂത് കളിക്കുന്നു. ചൂത് കളിച്ചതിന് ശേഷം ഒരെണ്ണത്തിനകത്ത് തോറ്റെല്ലാം നഷ്ടപ്പെടുന്നു. അത് ധൃതരാഷ്ട്രർ ഇടപെട്ട് അത് കറക്റ്റ് ചെയ്തെടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അത് ദ്രൗപദിയുടെ ഉള്ള ഒരു അപേക്ഷ പ്രമാണിച്ചാണ് ധൃതരാഷ്ട്രർ അത് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വീണ്ടും പോയി ചൂത് കളിക്കുന്നു. ആ ചൂതുകളിലും പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷം, ഈ പറയുന്ന 13 വർഷമല്ലേ, ഒരു വർഷം വേഷപ്രചണ്ഡരായിട്ട് ഡിസ്ഗ്രീസ് ആയിട്ട് കഴിയണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ രാജ്യം കൊടുക്കാമെന്ന് ആ വ്യവസ്ഥയിൽ ഇല്ല. ഒന്നത്, അതിന് രാജ്യം കൊടുക്കാനായിട്ട് പാണ്ഡവർക്ക് രാജ്യമില്ല. ആരും, ഒന്നാമത് പാണ്ഡുവിന് രാജ്യമില്ല. ഈ പാണ്ഡവരെന്ന് പറയുന്നവരാരും തന്നെ പാണ്ഡുവിന്റെ മക്കളുമല്ല. അർജുനൻ ദേവേന്ദ്രന്റെ മകനാണ്, ഭീമൻ വായുവിന്റെ മകനാണ്, ധർമ്മപുത്രർ ധർമ്മദേവൻ കാലന്റെ മകനാണ് അല്ലേ. പിന്നെ അശ്വിനി ദേവന്മാര് അവരാണ് ഈ പറയുന്ന നകുലനേസാവിന്റെ മക്കൾ. അപ്പൊ പാണ്ഡുവിന് രാജ്യമില്ല. ഈ മക്കളാരും പാണ്ഡുവിന്റെ അല്ല. പിന്നെ കുന്തി യഥാർത്ഥത്തിൽ പോകേണ്ടിയിരുന്നത്, അന്നത്തെ നിയമം അനുസരിച്ച് ഇത് പോകേണ്ടിരുന്നത് ഹസ്തിനപുരയിലാണോ കുന്തിഭോജന്റെ വീട്ടിലേക്കാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വീണ്ടും വിവാഹം കഴിക്കാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. ഇന്നത്തെ ചില വിവാഹ ബന്ധങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. പിന്നെ എന്താണ് അവരുടെ ലീഗൽ ക്ലെയിം? എന്താണ് പാണ്ഡവരുടെ ലീഗൽ ക്ലെയിം എന്താണ്? ലീഗൽ ക്ലെയിം ഒന്നുമില്ല. പിന്നെ ദുര്യോധനന് അനുവദിക്കാമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതിന് ഓക്കെ. അപ്പൊ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒരു പക്ഷെ ചെയ്യുമായിരിക്കും. ഒരു ബന്ധു, ഒരു സഹോദര, കസിൻസ് ആണല്ലോ അവര്, സഹോദരന്മാരും അല്ല, അവർ കസിൻസ് ആണ്, ചെയ്യുമായിരുന്നു എന്നേ പറയാൻ കഴിയും. അല്ലാതെ ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്?